കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് അവതരിക്കുന്നതിന് മുമ്പ് അതിന് മുന്നോടിയായി അയച്ച യോഹന്നാൻ സ്നാപകനെ കുറിച്ച് മലാക്കി പ്രവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും മക്കളുടെ ഹൃദയങ്ങളെ അപ്പന്മാരിലേക്കും നിരപ്പിക്കുവാൻ വരുന്നുവെന്ന്. യോഹന്നാൻ സ്നാപകന്റെ ജനനത്തെ കുറിച്ച് ഗബ്രിയേൽ ദൂതൻ സഖറിയ പുരോഹിതനോട് പറയുന്നതും, നിനക്ക് ജനിക്കുവാൻ വരുന്നവൻ അവൻ ഏലിയാവിന്റെ ശക്തിയോടും ആത്മാവോടും കൂടെ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്ക് തിരിക്കുവാൻ വരിക. അവൻ ആ വഴി നേരെയാക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു വന്നിട്ട് അതിന്റെ പരമമായ ആ ആദ്യത്തിലേക്ക് ആ ശുശ്രൂഷ നിവർത്തിക്കുക. അതാണ് കാൽവരി ക്രൂശിൽ നാം കാണുന്നത്. ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ട ആ ബന്ധത്തെ യോജിപ്പിച്ചുകൊണ്ട് അപ്പനെയും മക്കളെയും യോജിപ്പിക്കുന്ന ആ ധന്യമായ മുഹൂർത്തത്തിൽ അവിടെ ക്രൂശിൽ പിതാവ് കാണുന്നത് തന്റെ പ്രിയപുത്രനെ അല്ല, നമ്മുടെ മുഴുവൻ പാവം, നമ്മുടെ പാപം രൂപമായി അത് തന്റെ പ്രിയപുത്രനായ യേശു കാൽവരി ക്രൂശിൽ നമ്മുടെ പാപമായി അവൻ രൂപാന്തരം, നമ്മുടെ ശാപമായി അവൻ അവിടെ കിടന്നപ്പോൾ പിതാവിന് ആ പാപത്തെ നോക്കുവാൻ കഴിഞ്ഞില്ല. മനുഷ്യർക്ക് പോലും ആ മുഖം, ആ സുന്ദര മുഖം, മനുഷ്യർക്ക് പോലും അത് നോക്കി നിൽക്കുവാൻ കഴിയാതെ മുഖം തിരിച്ചു പോകുന്ന സമയം പിതാവായ ദൈവം മുഖം തിരിച്ചു. പുത്രൻ നിലവിളിച്ചു. പുത്രൻ പിതാവിന് കീഴ്പ്പെട്ടു. അനുസരിച്ചു കുരിശുമരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നുകൊണ്ട് ആദ്യ മനുഷ്യന്റെ അനുസരണക്കേടിനെ പൂർത്തി വരുത്തി. അവൻ ശ്രദ്ധിക്കേണ്ട പരിഹാരം പ്രായശ്ചിത്തം വരുത്തി. പിതാവിന് ബോധ്യമായി, പിതാവേ എല്ലാം നിറവേറി, എൻ്റെ ആത്മാവിനെ ഇതാ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവ് തൻ്റെ ശുശ്രൂഷ പൂർത്തീകരിച്ചു. We are today. അതിൻ്റെ ഫലമായി നമ്മൾ ഇവിടെ ആയിരിക്കുന്നു. പിതാവ് ഇപ്പോഴും നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ ഒത്തൊരുമിക്കൽ, അനുരഞ്ജനമാണ്. നമ്മൾ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും മനോഹരവുമാണെന്ന് നാം സങ്കീർത്തനക്കാരൻ പറയുന്നു. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും മനോഹരവുമാണ്. എന്നാൽ ഞാൻ പ്രിയ ദൈവദാസന്മാരെ, പ്രിയ ദൈവമക്കളെ, നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനത്തിൽ ഞാൻ എൻ്റെ ഭാര്യയുമായി ഒത്തൊരുമിച്ച് വസിക്കുന്നത് എനിക്ക് എത്ര ശുഭവും മനോഹരവും എന്ന് പറയാൻ കഴിയുമോ? നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുമായി ഒത്തൊരുമിച്ച് വസിക്കുന്നത് ശുഭവും മനോഹരവുമാണെന്ന് പറയാൻ കഴിയുമോ? എങ്ങനെയാണ് നിങ്ങളുടെ കുടുംബജീവിതം? അവിടെ എന്തുമാത്രം ഐക്യമുണ്ട്, അവിടെ എന്തുമാത്രം ഒരുമിപ്പുണ്ട്, അവിടെ എന്തുമാത്രം നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുന്നു, എന്തുമാത്രം നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നു. നിങ്ങളെ തന്നെ താഴ്ത്തി, ക്രൂശുമരണത്തോളം താഴ്ത്തി കർത്താവിനെ അനുകരിച്ച് ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കേണ്ടത് യേശു തന്റെ സഭയെ സ്നേഹിച്ചതുപോലെ എന്ന് പ്രസംഗിക്കുന്ന നാം ധ്യാനിക്കുന്ന നാം വാദോരാതെ പറയുന്ന നാം നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം നമ്മുടെ ഭർത്താക്കന്മാർ തങ്ങളുടെ ജീവൻ കൊടുക്കാൻ തയ്യാറാകുന്നു. ജീവൻ കൊടുക്കേണ്ട, നിങ്ങൾ ജീവൻ വെച്ച് കൊടുക്കേണ്ട. പക്ഷേ അവരുടെ വേദനകളൊന്നറിയാൻ, അവരുടെ കഷ്ടപ്പാടെന്നറിയാൻ, അവരെ ഒന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ എന്തുമാത്രം സമയം എടുക്കുന്നു, എന്തുമാത്രം സമയം കൊടുക്കുന്നു. ജോലിയ, ബന്ധപ്പാട് എല്ലാം ശരിയാണ്. പക്ഷെ എന്തു തന്നെയായാലും ഈ ജോലിയും ബന്ധപ്പാടും ഒക്കെ എന്തിനു വേണ്ടി? ജോലി എന്തിനു വേണ്ടി? പണം എന്തിനു വേണ്ടി? മക്കളെ ദൈവം തന്ന എന്തിനു വേണ്ടി? നമുക്ക് സുവിശേഷ വിലയാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ്. നോർത്ത് ഇന്ത്യക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം.
ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. പക്ഷേ നമ്മുടെ സുവിശേഷ വേല തുടങ്ങേണ്ടത് വീട്ടിലാണ്. അന്യഭാഷ നമുക്ക് ഉയരങ്ങളിൽ നിന്ന് ശക്തി പ്രാപിച്ചത് കർത്താവിന് സാക്ഷ്യം വഹിക്കാന്, സ്നേഹത്തിന്റെ സാക്ഷികളായി തീരാൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചാൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് സകലരും അറിയുമെന്ന് പറഞ്ഞ കർത്താവിന്റെ സാക്ഷ്യം വഹിക്കാനാ നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത്. എന്ന് പറഞ്ഞാൽ സ്നേഹിക്കാത്ത ഭാര്യയെ, പിറുപിറുക്കുന്ന ഭാര്യയെ, കീഴ്പ്പെടാത്ത ഭാര്യയെ, നിങ്ങളുടെ കുടുംബങ്ങള്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിന്ദിക്കുകയും പഴിക്കുകയും ചെയ്യുന്ന ഭാര്യയെ, നിങ്ങളെ ബഹുമാനിക്കാത്ത ഭാര്യയെ, നിങ്ങളെ ശുശ്രൂഷിക്കാത്ത ഭാര്യയെ, നിങ്ങളോട് അവിശ്വസ്തത കാണിക്കുന്ന ഭാര്യയെ സ്നേഹിക്കാൻ കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ. കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ സഭയ്ക്ക് കീഴ്പ്പെട്ടിരുന്നത് കൊണ്ടല്ല, കർത്താവിന് കീഴ്പ്പെട്ടിരുന്നപ്പോഴല്ല കർത്താവ് സ്നേഹിച്ചത്, തന്റെ ജീവൻ നൽകിയത്. ആദ്യം നമുക്ക് നമ്മുടെ കുടുംബം നേരെയാക്കാം. നമ്മുടെ കുടുംബം നേരെയാക്കാതെ ദൈവത്തിന്റെ സഭയെ പണിയാൻ പോലും ദൈവം അനുവദിക്കുന്നില്ല. ചിലർ പറയും നമ്മൾ നമ്മുടെ മക്കള് ദേവാസന്മാര് കർത്താവിന്റെ വേല ചെയ്താൽ കർത്താവ് നമ്മുടെ മക്കളെ നോക്കിക്കൊള്ളുമെന്ന്. കർത്താവ് പറഞ്ഞില്ല കുഞ്ഞുങ്ങളെ, അങ്ങനെയല്ല. നിങ്ങൾ ആദ്യം നിങ്ങളുടെ മക്കളെ നോക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചത്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ നോക്കണം. നിങ്ങളുടെ മക്കളെ നോക്കിയിട്ട് മതി എന്റെ സഭയെ നോക്കാൻ. നേരെ തിരിച്ചല്ല, സഭയെ നോക്കിയിട്ട് മക്കളെ നോക്കാനല്ല. ടേക്ക് കെയർ ഓഫ് യുവർ ഫാമിലി ഫസ്റ്റ്. തന്റെ കുടുംബം നോക്കാൻ അറിയാത്തവന് തന്റെ സഭയെ എങ്ങനെ, ദൈവത്തിന്റെ സഭയെ എങ്ങനെ നടത്തുവാൻ കഴിയും? ദൈവദാസന്മാരുടെ മക്കൾക്ക് പാസ്റ്റർമാരാകണ്ട. ദൈവദാസന്മാരുടെ പെൺകുട്ടികൾക്ക് പാസ്റ്റർമാരെ കെട്ടണ്ട. എന്താ സംഭവിക്കുന്നത്? അവർ കാണുക, വീട്ടില് അപ്പൻ പ്രസംഗിക്കുന്നുണ്ട് ശക്തമായിട്ട്, അമ്മയും ലീഡ് ചെയ്യുന്നുണ്ട്, സഹോദരിമാരുടെ മീറ്റിംഗ് അതും ഇതുമൊക്കെ. പക്ഷേ വീട്ടിലോ അവർ കാണുന്നു. ദൈവദാസന്മാര് പാസ്റ്റർമാരെ പറയാനല്ലേ, നമ്മളെല്ലാം ദൈവദാസന്മാരല്ലേ, കർത്താവിന്റെ വില ചെയ്യുന്നവരാ നമ്മളെല്ലാരും. വിവിധ നിലകളിൽ നമ്മളെ ഓരോരുത്തരോടും ദൈവം ചോദിക്കുന്ന ചോദ്യമാണിത്. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് ശുഭവും മനോഹരവുമാണെന്നോ പാടി പറഞ്ഞ് പ്രസംഗിച്ച് നമുക്ക് പോകാം. ആദ്യം നിങ്ങളുടെ ഭാര്യമാരുമായി നിങ്ങൾ ജീവിക്കുന്നത് ശുഭവും മനോഹരവുമാണോ എന്ന് ഒന്ന് ചോദന ചെയ്യുക. നിങ്ങളുടെ മക്കളുമായി നിങ്ങൾ ജീവിക്കുന്നത് ശുഭവും മനോഹരവുമാണോ എന്ന് ഒന്ന് ചോദന ചെയ്യുക. അതുകൊണ്ട് അത് നേരെയാക്കാനാണ് യോഹന്നാൻ സ്നാപകൻ അയച്ചത്. കർത്താവ് വന്ന് പിതാവും മക്കളും തമ്മിലുള്ള വഴി നേരെയാക്കുന്നതിന് മുമ്പ് വഴി നേരെയാക്കാൻ യോഹന്നാൻ സ്നാപകൻ വന്നിട്ട് പറഞ്ഞു, അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും മക്കളുടെ ഹൃദയങ്ങളെ അപ്പന്മാരിലേക്കും തിരിക്കാൻ. അപ്പം അകന്നുപോയി. എങ്ങനെ അകന്നുപോയി? അമ്മയെ സ്നേഹിക്കുന്ന അപ്പൻ അല്ലെങ്കിൽ അപ്പന് കീഴ്പ്പെട്ടിരിക്കുന്ന അമ്മ, അവർ തമ്മിലുള്ള സ്നേഹത്തില് അവർ പിരിയാതെ അവരകമഴിഞ്ഞ് പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ആദരിച്ചും കരുതിയും ക്ഷമിച്ചും അങ്ങനെ ജീവിക്കുന്ന ഒരു കുടുംബത്തിലാണ് കുഞ്ഞുങ്ങൾ ജനിച്ചു വളർന്നതെങ്കിൽ ഒരിക്കലും അവരുടെ ഹൃദയം അപ്പന്മാരിൽ നിന്ന് അകന്നു പോകില്ല, മാതാപിതാക്കളിൽ നിന്ന് അകന്നു പോകില്ല. വീട്ടിൽ സ്നേഹം കിട്ടാത്തത് കൊണ്ട്, യഥാർത്ഥ സ്നേഹം എന്താണെന്ന് വീട്ടിൽ അനുഭവിക്കാത്തത് കൊണ്ട് പുറത്ത് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ ആളുണ്ടെങ്കിൽ, അക്സെപ്റ്റ് ചെയ്യുന്നത് ഭാവിക്കാൻ ആളുണ്ടെങ്കിൽ, ശരിക്കും വേണമെന്നില്ല, സ്വാർത്ഥ സ്നേഹത്തിലൂടെ സ്വാർത്ഥമായി വഞ്ചനാത്മകമായി അവരെ ചതിവിൽപ്പെടുത്തുവാൻ ആ സ്നേഹത്തിലൂടെ മാടി വിളിക്കുന്നവരുടെ വലയിൽ നമ്മുടെ മക്കൾ പെട്ടുപോകുന്നുവെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ നാമാണ്.